ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിൽ തന്നെ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് വിത്തിനുള്ളിലെ ജീവൻ. ഓക്കെ, കുഞ്ഞു ചാപ്റ്ററാണ്, നമുക്ക് അധികമൊന്നും ഇതിൽ പഠിക്കാനില്ല. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ഇതിൽ നിന്ന് ചോദിച്ചുള്ളത്. പക്ഷേ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ഞാൻ പറയാം, അവിടെ എത്തുമ്പോൾ പറയാം ഏതൊക്കെയാണ് അത്ര നോക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഓർത്തോക്കേണ്ടത്, നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വിത്തിനുള്ളിലെ ജീവൻ. അതായത് സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് വിത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി ആദ്യം വിത്ത് മുളയ്ക്കലിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തോക്കണം. വിത്ത് മുളയ്ക്കലിന് ആവശ്യമായ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? വായു, അതേപോലെ ജലം, പിന്നെ അനുകൂലമായിട്ടുള്ള താപനില. ഇത് 3 എന്ത് ചെയ്യണം? വിത്ത് മുളക്കാൻ ആവശ്യമാണ്. ഇനി മുളച്ച് കഴിഞ്ഞാൽ അത് വളരണമല്ലോ. നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ മുളച്ച് കഴിഞ്ഞ് പിന്നെ വളരണം. ഈ വളരാൻ എന്ത് കൂടി വേണം? സൂര്യപ്രകാശത്തിനോടൊപ്പം മണ്ണും കൂടി വേണം. സൂര്യപ്രകാശം മാത്രം പോരാ, സൂര്യപ്രകാശവും മണ്ണും കൂടി വേണം വളരാൻ. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഓർത്തോക്കാം. ഇനി ഇതിൽ നമുക്ക് അവിടെ നോക്കാനുള്ളതിൽ ഞാൻ ആൾക്കിതിൻ്റെ ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതിന് എന്താണെന്നുള്ളതാണ് ഇത് പറയുന്നത് കേട്ടോ. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? അപ്പോൾ അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് എന്ത്? വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത്. അതായത് അനുകൂലമായ സാഹചര്യം വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ വിത്തിനുള്ളിലുള്ള ഭ്രൂണത്തിന് ഒരു തൈച്ചെടിയായിട്ട് വളരാൻ പറ്റും. അങ്ങനെ വിത്തിലെ സൂക്ഷ്മധാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതിനുശേഷം വിത്ത് കുതിർന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പുറന്തോട് പൊട്ടും വിത്തിൻ്റെ. അങ്ങനെ വിത്തിനുള്ളിലെ ഭ്രൂണം എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വളർന്ന് വരുന്നത്. ഇനി വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ്, റാഡിക്കൽ എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന ഏതാണ്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കലാണ്. ഈ ബീജമൂലം മണ്ണിലേക്കാണ് വളർന്നിട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വേരായിട്ട് മാറുന്നത്. അപ്പം ആദ്യം വേരായിട്ട് മാറുന്ന ഏതാണ്? ബീജമൂലമാണ് പിന്നീട് വേരായിട്ട് മാറുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ഇത് ബീജ ശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ. അപ്പോൾ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ എന്ന് പറയും. ബീജശീർഷം വളർന്നിട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കാണ്ഡമായിട്ട് മാറുന്നത്. ഓക്കെ, ആ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപാത്രത്തിലെ ആഹാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്തോക്കെ. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ബീജമൂലം ആദ്യം ഫസ്റ്റ് പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. പിന്നെ എന്ത് ചെയ്യും? ബീജശീർഷം വരുന്നത്. ബീജമൂലം പിന്നെ എന്തായിട്ട് മാറും? വേരായിട്ട് മാറും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിച്ചാൽ മതി. കുഞ്ഞു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി കായിക പ്രജനനം എന്നാൽ എന്താണെന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. നമ്മൾ നോർമലി ഒരു ചെടിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? വേറൊരു വീട്ടിൽ പോയിട്ട് ചെടിയെടുത്ത തണ്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടല്ല ചെയ്യുക. അതുപോലെ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് എന്ത്? കായിക പ്രജനനം. നോർമലി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിത്ത് മുളച്ചിട്ടല്ല. ഇത് വിത്ത് മുളക്കാതെ തന്നെ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് പറഞ്ഞാണ് കായിക പ്രജനനം എന്നുള്ളത്. അതൊന്ന് ഓർത്തോക്കാം. ഇനി വിത്ത് വിതരണം എന്ന് വെച്ചാൽ, അതായത് വിത്ത് എല്ലാം കൂടി ഒരു സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? സസ്യങ്ങൾ അവിടെ തന്നെ വളർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് വ്യാപിക്കില്ല. അപ്പോൾ വിത്ത് വിതരണം ചെയ്യണം, പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യണം എല്ലാ സ്ഥലത്തേക്ക്. അതായത് ലോകത്ത് നമുക്ക് ചില ഭൂഖണ്ഡത്തിലുള്ള സസ്യങ്ങൾ തന്നെ വേറെ ഭൂഖണ്ഡത്തിൽ എത്തിയത് എങ്ങനെയാണ്? ഇതുപോലെ വിത്ത് വിതരണം ചെയ്തിട്ടാണ്. അങ്ങനെ വിത്തുകൾ പല ഭാഗങ്ങളായിട്ട് വിതരണം എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർത്തൊക്കെ നിങ്ങളെ പോയിന്റ്, ഈ വിത്ത് വിതരണം ഏതൊക്കെ വഴിയാണ് നടക്കുന്നതെന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇതിൽ മുമ്പ് തേങ്ങയുടെ കാര്യം മിക്കവാറും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓരോ സസ്യത്തിനും വിത്ത് വിതരണം നടത്താൻ അതിൻ്റെതായ മെത്തേഡുകൾ ഉണ്ടാവും. ഇപ്പോൾ അപ്പൂപ്പൻ താടിയും മഹാഗണിയും ഏത് വയ്യ? കാറ്റ് വയ്യാണ് അവയെ വിത്ത് വിതരണം നടക്കുന്നത്. നിങ്ങൾക്ക് അപ്പൂപ്പൻ താടി കണ്ടാൽ മനസ്സിലായി, അല്ല ഇങ്ങനെ പാറി കടന്നു പോകുന്നത്. അപ്പോൾ കാറ്റ് വയ്യാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് വിതരണം നടക്കുന്നത്. അതേപോലെ തെങ്ങ് ജലം വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം 1-2 പ്രാവശ്യം മുമ്പ് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇനി ആൽമരം, പ്ലാവ്, പേര, ആസ്ത്രപ്പുല്ല് ഇതൊക്കെ എന്താണ് വിത്ത് വിതരണം നടത്തുന്നത്? ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. അതേപോലെ വെണ്ട, കാശിത്തുമ്പ ഇത് വിത്ത് വിതരണം നടത്തുന്നത് പൊട്ടിത്തെറിച്ചിട്ടാണ്. അത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ വിത്ത് എന്ത് ചെയ്യും? വേറെ സ്ഥലങ്ങളിലേക്ക് പൊട്ടിത്തെറിച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിളിലുള്ള കാര്യങ്ങൾ എന്താണ് നിർബന്ധമായിട്ട് പഠിച്ചോക്കണം കേട്ടോ. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ല, തെങ്ങിൻ്റെ ഇറക്കം മിക്കവാറും ചോദിക്കാറുണ്ട്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചില ഭൂഖണ്ഡങ്ങളിലുള്ള സസ്യങ്ങൾ നമ്മുടെ ഭൂഖണ്ഡങ്ങളിലുണ്ട്, അതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കാർഷിക വിളകൾക്ക് അതിൻ്റെതായ ഒരു ജന്മദേശം ഉണ്ടാവുമല്ലോ. കാരണം ജന്മദേശം എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളതാണ്. പിന്നെ അത് വേറെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സസ്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ സസ്യങ്ങളുടെയും ജന്മദേശമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള തേയില മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ റബ്ബർ, കശുമാവ് ഇതിലേതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. പപ്പായ ആണെന്ന് തോന്നുന്നു, പപ്പായ പേരയ്ക്കോ അതിലേതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ കൂടി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഇതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ നോക്കുക, റബ്ബർ കശുമാവ് ഏതാണ്, ബ്രസീലാണ് എന്ത് അത് രണ്ടിൻ്റെയും ജന്മദേശം. അപ്പോൾ നമുക്ക് ബ്രസീലിൻ്റെ സീലെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ റബ്ബറിൻ്റെ സീലാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക. അപ്പോൾ ആ രീതിയിൽ ഓർമ്മിച്ചാൽ ബ്രസീൽ ഓർമ്മ വരും. അതേപോലെ ക്യാഷ് കൊടുത്തിട്ടുണ്ടോ അല്ല വാങ്ങിയതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടില്ല സീല് കൊടുക്കുന്നത്. നമ്മൾ നോർമലി സീലടിക്കുന്നതാണ് നിങ്ങൾ മറ്റേ ഇതിൽ ഓഫീസിലൊക്കെ. അപ്പോൾ അതാണ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. റബ്ബറിൻ്റെ സീലാണ്, അതേപോലെ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വാങ്ങിയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സീലടിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ ബ്രസീൽ അവിടെ കിട്ടും. ഇനി ക്യാബേജ് യൂറോപ്പ്, ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പ്. തേയിലയുടെ ജന്മദേശം ചൈന, അത് നിങ്ങൾക്ക് കിട്ടും. എന്ത് ചൈന എന്നുള്ളതിൽ ചായ എന്നുണ്ട്, തേയില എന്ന് പറയുന്നത് എന്താണ് ചായ തന്നെയാണ്. അപ്പോൾ രണ്ടും ടോപ്പിക് ഒരേപോലെ ടോണല്ല. ഇനി ബാക്കിയുള്ളവർക്ക് വരുന്ന അമേരിക്കയാണ്. അതേപോലെ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി. ഓക്കെ, പപ്പായ, കാപ്പിയും പേരക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മരച്ചീനിയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മരച്ചീനി നമ്മൾ ഓൾറെഡി സോഷ്യൽ സയൻസിൽ നോക്കിയിരുന്നു, തെക്കേ അമേരിക്ക നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് ഓർത്തോ. അപ്പോൾ ജന്മദേശം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പുറത്തേക്ക് പഠിച്ചോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. കുഞ്ഞു ചാപ്റ്ററാണ്. അടുത്തത് ഊർജ്ജത്തിൻ്റെ ഓർമ്മ. അടുത്തത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. കുറച്ചേ പഠിക്കാനുള്ളെങ്കിലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് ആണ് ശരിക്കും. നമുക്ക് പഠിക്കാൻ കുറേ കൂടുതൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഇതിലൊക്കെ പറയുന്നത്.